ലാസറേ, എന്റെ ബാപ്പുട്ടി, അന്ന് കേശവേട്ടനും അബ്ദുള്ളക്കും വന്ന് പറഞ്ഞോണ്ടാ ഞാൻ വന്ന് നോക്കിയേ. അത് നീ അറിഞ്ഞോണ്ടാന്നാ ഞാൻ കരുതിയേ. എന്ത്? അന്നാ വീടും പറമ്പും വന്ന് നോക്കിയത്. ഓ, അതാണോ? ഈ ഒരു മതി ബീഡിയും തീപ്പെട്ടിന്താ. കയ്യിലിരിക്കട്ടെ, ഞാൻ മേടിച്ചോളാം. കായുള്ളപ്പോ എന്തിനാ കടം? ബാക്കി ഇവിടെ കിടന്നോട്ടെ. പണ്ട് കുറച്ച് ചില്ലറയാൻ തരാണ്ട്. ഇന്നും കുമ്പളങ്ങ. വേറെ ഒരു കറി അമ്മയ്ക്ക് വെക്കാൻ അറിയില്ലേ? വേറെ എന്താച്ചാ കൊണ്ടുപോവാ നീയെ. ഇതെങ്കിലും കിട്ടണുണ്ടല്ലോ എന്ന് വിചാരിക്കേ. നല്ല കോഴിയിറച്ചി വെച്ച് കഴിച്ചിട്ടുണ്ടോ അമ്മ? എന്ത് രുചിയാന്നറിയോ? ഏയ് അസത്ത്, കണ്ടെടുത്തുനിന്നൊക്കെ കിട്ടണത് തിന്നിട്ട് രുചി ഒരു അറപ്പില്ലേ ചെക്കന്. നമുക്കൊരു ദിവസം ഒരു കോഴിനെ തട്ടിയാലോ? ഓപ്പോൾ വെച്ചു തരൂ. ഏയ് ഇവിടെ പറ്റില്ല. എവിടുന്നാ നിനക്ക് കോഴി? കോഴിക്കാ പഞ്ഞം. നമ്മടെ മുറ്റത്ത് എത്ര കോഴിയാ വരണേ? ഒരെണ്ണത്തിന് സൂത്രത്തിൽ തട്ടണം. കക്കേ എപ്പോഴും ദുർബുദ്ധിയാ തലയില്. ഇറച്ചി മീനും ഒക്കെ തിന്നാൻ കൊതിയുണ്ടെങ്കിലേ ഒരു അറുപതുകാരന്റെ മോളെ കിട്ടുന്നീ. ഒരു ചെറിയ ഐഡിയ ഉണ്ട്. അറവുകാരൻ സേതുലവിക്ക് ഒരു മോളുണ്ട്. മൊഞ്ചത്തെയാ, ഒരു പാത്തുമ്മ. ഓളെ കെട്ടിയാ എന്നും കോഴി ബിരിയാണിയും കോഴി പൊരിച്ചതും. ഓടാനിട്ട് ഒരു വർത്താനം. കാക്കാമാര് കൊല്ലുന്നിന്നെ. അതിന് വഴിയുണ്ട്. ഒന്ന് പൊന്നാനി വരെ പോണം, ഒരു തൊപ്പി വാങ്ങണം, അത്രേ ഉള്ളൂ. രമേശ, ഇത്തിരി കൂടുന്നുണ്ട് നീയെ. ഈ അമ്മയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ല. ഒക്കെ സീരിയസ് ആയിട്ട് എടുത്താ എന്നെ നമ്മളൊക്കെ വല്ല വിഷവും വാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടതാ. രമേശ, നീ എന്തെങ്കിലും പറയും, ചിരിപ്പിക്കണ എന്തെങ്കിലും. അമ്മയ്ക്ക് ഇപ്പൊ ഒരു സിനിമാ നടിയുടെ ചായ ഉണ്ട്. ഇനി ഷൂട്ടിംഗുകാർ വരുമ്പോ നമുക്കൊരു ചാൻസ് കിട്ടും, നോക്കാം. കേൾക്കുന്നില്ല. ഒന്ന് കുളിച്ചിട്ട് വരാം, അപ്പോഴേ മൂഡ് മാറും. ദിവസം എത്ര പ്രാവശ്യമായി ചെക്കന് കുളി? അതിനിപ്പോ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ആരോഗ്യത്തിനും ഉന്മേഷത്തിനും അത്യുത്തമം. ഇടയ്ക്ക് ആമിന് ചെന്ന് അടിച്ചു ഉടച്ചിടും. 2-3 കൊല്ലം ഞാൻ തെങ്ങിനെ നനയ്ക്കുകയും വളമിടുകയൊക്കെ ചെയ്തു. ആകാശ നഷ്ട. തേങ്ങ അപ്പടി കള്ളന്മാരും കൊണ്ടുപോകും. ശരിക്കും നോക്കിയാ ഒരു കുടുംബം കഴിയാം. അല്ല, ഇനി എന്താ നിശ്ചയിച്ചേക്കണേ? എന്ത്? ജീവിക്കണ്ടേ? ദൂരെ എവിടെയെങ്കിലും പോണം പണിക്ക്. എന്താ നാട്ടിപ്പണിക്ക് കുഴപ്പം? ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് കഴിയണ്ടേ? ഇനിയൊന്നും ശരിയാവില്ല. ഈ കാക്കിക്ക് ഇവിടെ പായ വിരിക്കട്ടെ, നല്ല കാറ്റാ പാടത്തുനിന്ന്. വേണ്ട. ഒറ്റയ്ക്ക് ആരില്ലാത്ത ആ വീട്ടിൽ എന്തിനാ കിടക്കണേ? സാരമില്ല. പോണ്ടെന്ന് പറയ് കാക്കനോട്. ഇഷ്ടമുള്ളിടത്ത് കിടക്കട്ടെ. നീ പായ ഒരുക്കി. ഉറക്കം വരണോ? ആരാണത്? നിങ്ങളാണ്.
ഓ നിങ്ങളുടെ മോനാ കള്ളനാ ഓൻ. എന്റെ തെങ്ങമ്മല തേങ്ങാ മുഴുവൻ ഓനെ കേക്കണേ. രമേശ, എന്താ കുട്ടി കേക്കണേ? കള്ളം കൊണ്ടുവന്ന തുടങ്ങിയിട്ട് നാളെ കുറയായി. ഏതാണോടാ ഈ പറയണ? നീ മോഷ്ടിച്ചു? ഇത്രയും നാളും നീ ഓപ്പോളെ അമ്മേ ഇങ്ങനെയാ പോറ്റിയത്. ഇതിലും ഭേദം നീ പറഞ്ഞ മാതിരി വിഷം വാങ്ങി കഴിക്കായിരുന്നു. പോട്ടെ, സാരമില്ല. നിൽക്കൂ. ദേവി ഇതാരോടും പറയരുത്. എന്റെ കുട്ടിക്ക് തെറ്റുപറ്റിയതാ. ഇനി ഉണ്ടാവില്ല. നിങ്ങളുടെ നഷ്ടത്തിന് തരാൻ ഇവിടെ ഇതേ ഉള്ളൂ, വിലയുള്ളതായിട്ട്. വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഒന്നും വിചാരിക്കണ്ട, വാങ്ങൂ. അമ്മ അവനകത്തേക്ക് കൊണ്ടുപോകും.